ചാണകമെന്ന് വിളിക്കുന്നത് വലിയ പ്രശ്നമായിട്ടാണ് ഈ BJP-യിലേക്ക് പുതിയതായി പോയ ആളുകളും പഴയതായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് അവർ പറയാം. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ പലയിടങ്ങളിലും പറയാറുണ്ടല്ലോ ചാണകം എന്ന് പറയുന്നത് ഔഷധമാണെന്നും, ചാണകം എന്ന് പറയുന്നത്, ചാണകം കഴിക്കുന്ന കുറേ ഉത്തരേന്ത്യക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം ഇവരുടെ ആശയത്തോട് പുലർത്തി നിൽക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗോമൂത്രം കുടിക്കുകയും ചാണകം തിന്നുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ, ചാണക കേക്കുകളൊക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തിയതും ചാണക മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ഇവരുടെ ആളുകൾ. അപ്പം ചാണകം എന്ന് വിളിക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമാണോ ഇവർക്ക്? ഇപ്പം എനിക്ക് പ്രശ്നമാണ്. എന്നെ ആരെങ്കിലുമൊക്കെ ചാണകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല വർത്തമാനം പറയും. കാരണം എനിക്കത് അത്ര നല്ലതായി തോന്നുന്നു. ഇവർ ആ ഒരു കൂട്ടരാണല്ലോ. ഇവർ അതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ഉറങ്ങുകയും കിടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാകുമ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രശ്നം. ഞാനത് അവരെ കുറ്റപ്പെടുത്തി പറയുന്നതൊന്നുമല്ല കേട്ടോ. കാരണം അവരങ്ങനെ ഒരു രീതിയിലാണല്ലോ അവരുടെ ഒരു സഞ്ചാരവും മറ്റുള്ള പരിപാടികളൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ പറയുന്നത് ഇവർക്ക് വലിയൊരു വിഷയമായി മാറാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. കാരണം പത്മജ വേണുഗോപാലിന് ഇപ്പം എല്ലാവരും ചാണകം സംഘി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആ കൂട്ടരിൽ അങ്ങനെ ഒരു സംഭവം ഒഴുകിപ്പോകുന്നത് കൊണ്ട് തന്നെ ആ ഒഴുക്കിൽപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് അവരെ അങ്ങനെ വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പം എന്താ നമുക്ക് ഈ പത്മജ വേണുഗോപാൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും ഒക്കെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച രണ്ടുപേരാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. അന്ന് പത്മജ തോറ്റിരുന്നു, അത് വേറെ വിഷയം. അപ്പം പത്മജ വേണുഗോപാൽ അന്ന് സുരേഷ് ഗോപിക്കെതിരെ വാതോരാതെ പ്രസംഗിച്ചു നടന്ന ഒരാളാണ്. ആ പത്മജ ഇന്ന് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടു നോക്കി നിങ്ങൾ. ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ 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 എന്ന്. എന്തത്ര സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം. ഈ വീഡിയോ എന്തായാലും ട്രോളർമാർ സൂക്ഷിച്ച് വെക്കും. അല്ല, ആദ്യത്തെ താമര വിരിയുന്നത് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും. കാരണം തൃശ്ശൂരിലെ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ, ഈ കുളത്തിലും അങ്ങനെ പലയിടങ്ങളിലാണല്ലോ ഈ താമര വിരിയാറുള്ളത്. അപ്പം അവിടെ അതിനകത്തിട്ട് താമര വിരിയാൻ പറ്റുന്ന ഏതെങ്കിലും താമരക്കൊത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം താമര വിരിയുന്നത് ചിലപ്പോൾ തൃശ്ശൂരിൽ അവിടെയെങ്കിലായിരിക്കും. മറ്റേതാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇത് തിരഞ്ഞെടുപ്പിൽ താമര വിരിയും എന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് പോലും പരാതിയുണ്ട് പൈസയും കൊണ്ട് പുറത്തേക്ക് വിടരുതെന്ന്. അതെ, പൈസയും കൊണ്ട് പുറത്തേക്ക് വിടരുത്. കാരണം ആ വാസുവേട്ടൻ എന്ന് പറയുന്ന കാസർഗോഡ് ഒരു മനുഷ്യനെ ഏകദേശം 5 കൊല്ലമായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കളവൊന്നുമല്ല പറയുന്നത്, നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ആ വാസുവേട്ടൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇതിനിടയിൽ കുറച്ച് നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കടം വിടാൻ പറയാതെ. കാരണം വഴിക്ക് ആരെങ്കിലും പരാതി പറഞ്ഞാൽ ആ പൈസ അവിടെ കൊടുത്തിട്ട് പോരും. പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇറക്കേണ്ടി വരുന്നു. ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പൂപ്പന്മാരും ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നത് പണ്ടത്തെ കാലത്ത്. എൻ്റെ ഈ ചാണകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്നത് കൃഷ്ണകുമാർജിയാണ്. ഞാനും ചാണകം, നീയും ചാണകം, നമ്മളും ചാണകം, പത്മജയും ചാണകം എന്നുള്ള ഒരു ലെവലിലേക്കാണല്ലോ സോഷ്യൽ മീഡിയ ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ യോജിപ്പൊന്നുമില്ല കേട്ടോ. കാരണം അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞുകൊണ്ടല്ല, കാരണം ഇവർ ചാണകത്തിൻ്റെ ആളുകളാണ് നമ്മൾ എന്നുള്ളത്, ഗോമൂത്രത്തിൻ്റെ ആളുകളാണ് നമ്മൾ എന്നുള്ളതൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ വിളിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. എൻ്റെ പിതാവ് പണ്ട് പറയായിരുന്നു TV നോക്കിയിട്ട്, ഇവന്മാരൊക്കെ എന്തെങ്ങനെ, ഞങ്ങളൊക്കെ എത്ര ദിവസമാണ് ഈ വെയിലത്ത് ഇരിക്കാറ്, ഇത് വെയിൽ വരുമ്പോഴേക്കും ഇവരെണീറ്റ് പോകും. അപ്പം ഇതാണ് ശരിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ എത്ര വനിതകൾക്ക് കൊടുത്തു. ആകെ രമ്യ ഹരിദാസ് അവർ MP ആയതുകൊണ്ട് കൊടുത്തു. ഇവിടെയാണെങ്കിൽ നല്ല പഠിപ്പുള്ള, ഞാൻ ശ്രീമതി സരസ്വതിൻ്റെയും ഇവരുടെ എല്ലാം എഡ്യൂക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. 5 വനിതകളെയാണ് ഇവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതെ, വളരെ സന്തോഷമാണ്. അവിടുത്തെ ചവിട്ടും കുത്തും കൊള്ളണ്ട, അപമാനം സഹിക്കേണ്ട, സമാധാനമായിട്ടൊരു ജീവിതമാണ് ഇനി എനിക്ക് വേണ്ടത്. അത് ശരിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമാധാനമാണ്. കാരണം ചവിട്ടും കുത്തും കൊള്ളണ്ട, പിന്നെ ഈ പറഞ്ഞതുപോലെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല, അധികം വെയിലത്തൊന്നും പോകേണ്ട, ED പേടിക്കേണ്ട, CBI പേടിക്കേണ്ട, അന്വേഷണ ഏജൻസികളെ പേടിക്കേണ്ട, ഒന്നുമില്ലല്ലോ. സുഖവാസം, സമാധാനമായിട്ട് പോകാമല്ലോ. കാരണം അങ്ങനെ ഒന്നും വരൂലല്ലോ. കാരണം ഈ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ED ഇല്ല, ഇൻകം ടാക്സ് ഇല്ല, ഒന്നുമില്ലല്ലോ.
പ്രശ്നം ഉണ്ടാകില്ലല്ലോ. അവരുടെ അന്വേഷണത്തിൽ ജയിലിലൊന്നും പോയി കിടക്കണ്ടല്ലോ. കെജ്രിവാളിനെ പോലെ, കവിതയെ പോലെ, അങ്ങനെ മനീഷ് സിസോദിയെ പോലെയൊന്നും ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സുഖവാസമാണ്. അത് ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ, ഞാൻ തൃശ്ശൂരുകാരിയാണ്, ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ 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 എന്ന്. എന്തത്ര സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എത്രയോ കാലത്തെ ബന്ധമുണ്ട്. ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അത് സുരേഷ് ഗോപി ആയിരിക്കും. കാരണം എന്ത് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും ആ ഒരു സ്നേഹം, സഹോദര സ്നേഹം ഉള്ളിൽ വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, കാരണം ഇവരൊക്കെ ഈ BJPയിലേക്ക് പോകുമ്പോൾ ഇത്രയും കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണോ ഇവർ എന്ന് ചിന്തിച്ചു പോവാണ്. കാരണം ഈ ഓന്ത് നിറം മാറുന്നത് പോലെ അങ്ങ് മാറാണ്. ഒറ്റ മാറ്റം, ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഇത് എന്ത് സംഭവം, ഇപ്പം നോക്കുക, ഇപ്പം കേരളത്തിൽ തൃശ്ശൂരിൽ താമര വിരിയും എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ നിലവിലെ സർവേകൾ, ഇപ്പം ABP ന്യൂസ് സർവേ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. കാരണം അവരുടെ ആദ്യത്തെ സർവേ അല്ല, ആദ്യത്തെ സർവേ ഫലം പോലെയല്ല നിലവിൽ സീ വോട്ടറുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള പുതിയ സർവേ വരുമ്പോഴുള്ള റിസൾട്ട്. 169 സീറ്റുകളുടെ കണക്ക് അവർ ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ ആ 169 സീറ്റിൽ 97 സീറ്റിലും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. BJP ഒരുപാട് സീറ്റുകൾക്ക് 20, 10, 15, 20 സീറ്റുകൾക്ക് പിന്നിലായിട്ടാണ് കാണുന്നുള്ളത് NDAയുടെ അവസ്ഥ. ഉത്തരേന്ത്യയിൽ തന്നെ ഒരു വലിയ മാറ്റം ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ആഭ്യന്തര സർവേ ഫലം പറയുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ വലിയ കുറവ് സംഭവിക്കുമെന്നും, പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും, ഡൽഹിയിൽ സീറ്റ് പിടിച്ചെടുക്കുമെന്നും, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് അടങ്ങുന്ന, ശരത് പവാർ അടങ്ങുന്ന കോൺഗ്രസ് സഖ്യ മഹാവികാസ് അഗാദി അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും, ബീഹാറിലും മഹാഗഡ്ബന്ധന് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നേടുമെന്നുള്ള വലിയ വലിയ സർവകൾ ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2004 സംഭവിക്കുമോ എന്നുള്ള ചോദ്യം, അതായത് അടൽ ബിഹാരി വാജ്പേയി 2004 തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ജയിക്കും, അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയാണ്, അതായത് ഇനി അടുത്ത പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എല്ലാ സർവേകളും അടൽ ബിഹാരി വാജ്പേയിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന സർവേകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും ഏൽക്കത്തില്ല. എന്തായാലും ഒരു വലിയ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അഹങ്കാരം ഒക്കെ തീരും. കാരണം ഈ സേഫ്റ്റി, BJPയിൽ പോയി കഴിഞ്ഞാൽ സുരക്ഷിതത്വം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. എന്ത് തെറ്റ് ചെയ്തെന്ന്, അല്ലാതെ രാഷ്ട്രീയമായിട്ട് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്നതിലൊന്നും പ്രശ്നമില്ല. എല്ലാ തോന്നിവാസം കാണിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നുള്ള തോന്നലുകളൊക്കെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതൊക്കെ പോയിക്കോളും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.